തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ഹസന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് കൈമാറി. തുടർ നടപടികൾ ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി ആലോചിച്ച് തീരുമാനിക്കും. ഡോക്ടർ ഹാരിസിനെതിരെ അച്ചടക്ക നടപടിക്ക് റിപ്പോർട്ടിൽ ശുപാർശയില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു. ഉമേഷ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്തൊക്കെ വിവരങ്ങളാണ് റിപ്പോർട്ടിൽ ഉള്ളതെന്നാണ് നമുക്ക് കിട്ടിയ വിവരം? ഗുഡ് ഈവനിങ് SKN. എന്തായാലും ഹാരിസ് ഹസന്റെ വെളിപ്പെടുത്തൽ കേവലം ഒരു വൈകാരിക പ്രകടനമായി കാണാതെ അതുമായി ബന്ധപ്പെട്ട തുടർ നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോയി. അതിന്റെ ഫലമായാണ് ഇപ്പോൾ റിപ്പോർട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് DME കൈമാറിയിരിക്കുന്നത്. പ്രധാനമായി ഒരു സാധാരണ ആശുപത്രികളിൽ മരുന്നുകൾ വാങ്ങുന്നതിനും ഉപകരണങ്ങൾ വാങ്ങുന്നതിനും വിവിധ തട്ടിലൂടെയുള്ള ഫയൽ നീക്കമുണ്ട്. ആ ഫയൽ നീക്കം പലപ്പോഴും ഇത് ഉപകരണങ്ങൾ അടിയന്തരമായി വാങ്ങുന്നതിനോ മരുന്നുകൾ വാങ്ങുന്നതിനോ കാലതാമസം ഉണ്ടാക്കാൻ സാഹചര്യമുണ്ടായിട്ടുണ്ട്. ഇത് തന്നെയാണ് ഹാരിസ് ഹസൻ പറഞ്ഞത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ വികസന സമിതി ഇത്തരത്തിൽ ഉപകരണങ്ങൾ വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന കൂടുതൽ തട്ടുകൾ ഫയലുകൾ കൈമാറുന്ന രീതി അത് അവസാനിപ്പിച്ചുകൊണ്ട് വളരെ സുഗമമായി ഈ ഫയലുകൾ കൈമാറി സാധനങ്ങൾ വാങ്ങാനുള്ള സൗകര്യം ഒരുക്കണമെന്നുള്ള ശുപാർശയാണ് ഏറ്റവും സുപ്രധാനമായി ഈ സമിതി മുന്നോട്ട് വെച്ചത്. എന്തായാലും അത് നടപ്പാക്കാൻ തന്നെയാണ് സർക്കാരിൻ്റെ ആലോചന. നാളെ ആരോഗ്യമന്ത്രിയുമായി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഈ റിപ്പോർട്ട് ചർച്ച ചെയ്യും. അതിനുശേഷം അടിയന്തരമായി തന്നെ ഈ ശുപാർശകൾ അംഗീകരിക്കാനോ ഈ ശുപാർശകളിൽ മേൽ നടപടികൾ സ്വീകരിക്കാനോ ഉള്ള തീരുമാനമുണ്ടാകും. എന്തായാലും ഡോക്ടർ ഹാരിസ് ഹസനെതിരെ ഒരു അച്ചടക്ക നടപടിക്ക് നിലവിൽ ശുപാർശയില്ല. ഹാരിസ് ഹസന്റെ വെളിപ്പെടുത്തലുകൾ അത് ഹോസ്പിറ്റലുകളിൽ ഉള്ള കാര്യം തന്നെയാണ്. കാലഹരണപ്പെട്ടുപോയ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് ഈ സാധനങ്ങൾ വാങ്ങുന്നതിനും മരുന്നുകൾ വാങ്ങുന്നതിനും രൂപീകരിച്ചിരുന്ന അല്ലെങ്കിൽ പിന്തുടരുന്ന അതേ നടപടിയാണ് ഇപ്പോഴും തുടരുന്നത്. അതുകൊണ്ട് തന്നെ കാലാനുസൃതമായ മാറ്റം അതിനുണ്ടാകണം എന്നും ഈ റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. അത് പ്രകാരം എന്തായാലും ഈ സാധനങ്ങൾ വാങ്ങുന്നതിനും മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങുന്നതിനുമുള്ള നടപടിക്രമങ്ങൾ കൂടുതൽ ലളിതമാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. അതേസമയം ഡോക്ടർ ഹാരിസ് ഹസന്റെ ഫേസ്ബുക്കിലെ പോസ്റ്റ് അത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണ് എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പക്ഷേ നടപടിക്ക് ശുപാർശ ചെയ്യുന്നില്ല. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.